സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും സിമ്പിൾ ആയിട്ടും വെറൈറ്റി ആയിട്ടും റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. കുറേശ്ശെ വെള്ളം ചേർത്ത് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ ഈ രീതിയിൽ കുഴച്ചെടുത്താൽ മതിയിട്ട ഒരുപാട് ലൂസായി പോവേണ്ട മാവ്. നമുക്കിത് പരത്താനുള്ളതാണ്. നമുക്കിത് മാറ്റി വെക്കാം. 2 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഗ്രേറ്റ് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങ് വേറെ ഒരു ബൗളിലേക്ക് മാറ്റാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ചാറ്റ് മസാല. ചാറ്റ് മസാലയ്ക്ക് വേറെ നാരങ്ങ നീരുണ്ടെങ്കിൽ അതും ചേർക്കാം. ഈ മിക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചോളാം. മാവ് കുഴച്ചപ്പോഴും നമ്മൾ ഉപ്പ് ഇട്ടുണ്ട്, അതനുസരിച്ച് ചേർത്താൽ മതി. 1 സവാള, കുറച്ച് വേപ്പില, ചെറിയ കഷ്ണം പച്ചമുളക്, കുറച്ച് മല്ലിയില, 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് മസാലയൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് മാവിഞ്ഞ് നമുക്ക് 2 ബോളാക്കാം. പരത്തിയെടുക്കാം. കല്ലിൽ കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്യുക. ബോളിലും കുറച്ച് മാവ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. റെഡിയാക്കി വെച്ചേക്കുന്ന മസാല ഈ ചപ്പാത്തിയിൽ മുഴുവൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആവി കയറ്റാനാണ് നമ്മൾ പോണത്. ആവി കയറ്റി ഫ്രിഡ്ജിൽ തലേ ദിവസം തന്നെ എടുത്ത് വെച്ചാൽ മതി. പിറ്റേ ദിവസം എടുത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഒരു ഭാഗത്ത് നിന്ന് നല്ല ടൈറ്റ് ആയിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കാൻ പോവുക. ഫസ്റ്റ് ഈ 2 സൈഡ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് ഈ സൈഡ് ഒന്ന് റെഡിയാക്കി കൊടുത്തോളൂട്ടാ. നമ്മൾ എന്തിലാണോ സ്റ്റീം ചെയ്യുന്നത് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീം ചെയ്യുമ്പോൾ മുകളിൽ ഒരു ഇലയോ പ്ലേറ്റ് എന്തെങ്കിലും വെച്ച് കൊടുക്കണം കേട്ടോ. ആവി കയറ്റാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആവാറായിട്ട് നമുക്ക് തുറക്കാം. സ്നാക്ക് കുറേശ്ശെ തണുത്ത് തുടങ്ങിയിട്ട് ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്, കുറച്ച് വേപ്പില, കുറച്ച് മല്ലിയില. ഇതെല്ലാം നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. സ്നാക്ക് ഇതിൽ മുക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്യണത്. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ കുറവ് ഓയിൽ ചേർക്കാം. ബട്ടർ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്താൽ മതി. ഈ ഓരോന്നും മുട്ടയിൽ മുക്കി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഓരോ ഭാഗം ആകുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് മറിച്ചിടാം. 1 ട്രിപ്പ് ഇട്ടത് റെഡി ആയിട്ട് ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഒരുപാട് നേരം ഒന്നും നിങ്ങൾ കുക്ക് ചെയ്യണ്ട കേട്ടോ. ഓൾറെഡി നമ്മൾ എല്ലാം റെഡിയാക്കി എടുത്തതാണ്. ജസ്റ്റ് ഒന്ന് കളർ മാറി മാത്രം എടുത്താൽ മതി. എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. പിള്ളേർക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ഇഷ്ടമാവും. തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം.